ഹായ് ഫ്രണ്ട്സ്, ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിലെ ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ജീവനുള്ള ജീവികളെ ജീവനില്ലാത്ത മറ്റു വസ്തുക്കളിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ അവരുടെ ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ദേ ഹാവ് ഡെഫിനിറ്റ് സൈസ് ആൻഡ് ഷേപ്പ് എന്നുള്ളത്. ലിവിങ് ഓർഗാനിസത്തിന് ഒരു നിശ്ചിത വലിപ്പവും ആകൃതിയും ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് മനുഷ്യന്മാരുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും അല്ലേ. നമുക്കൊരു പ്രത്യേകമായ സൈസ് ഉണ്ട് എന്ന് പറയാം, അതുപോലെ ഷേപ്പും ഉണ്ട് എന്ന് പറയാം. ഷേപ്പുള്ള എല്ലാത്തിനെയും നമ്മൾ മോർഫസ് എന്നാണ് പറയുക. ഡെഫിനിറ്റ് ഷേപ്പുള്ളതിനെ നമ്മൾ മോർഫസ് എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ലിവിങ് ഓർഗാനിസംസ് മോർഫസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ പ്രത്യേകമായ ഒരു ഷേപ്പ് ഇല്ലാത്ത വസ്തുക്കളെ നമ്മൾ അമോർഫസ് എന്നും പറയുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോപ്പർട്ടിയായി നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നത്, ലിവിങ് ഓർഗാനിസംസിന് ദേ ഹാവ് ഡെഫിനിറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ദേ ഹാവ് ആൻ ഓർഗനൈസേഷൻ ഉണ്ട് എന്നുള്ളത്. എന്താണ് ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്? ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി, അല്ലെങ്കിൽ ഓർഗാനിസംസിൻ്റെ ബോഡി, ലിവിങ് ഓർഗാനിസംസിൻ്റെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസാണ്. അപ്പോൾ സെൽസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ബോഡി എന്ന് പറയുന്നത്. എന്നാൽ ഒരു കൂട്ടം സെല്ലുകൾ കൂടിച്ചേർന്നിട്ട് ടിഷ്യൂ എന്ന് പറയുന്ന ഒരു യൂണിറ്റായി മാറുന്നു. അപ്പോൾ ഒരു സെല്ലിന് ആ സെല്ലിൻ്റെതായ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫങ്ഷൻസും ഉണ്ട്. എന്നാൽ ഒരു കൂട്ടം സെല്ലുകൾക്ക് അവർ കൂട്ടമായിട്ട് ഒരു കോർഡിനേറ്റഡ് മാനറിൽ പ്രവർത്തിച്ചിട്ട് അവർ ഒരു ടിഷ്യൂ ആയി നിൽക്കുമ്പോൾ ടിഷ്യൂ എന്ന നിലയിൽ അതിന് മറ്റൊരു പ്രോപ്പർട്ടി കൂടി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരുപാട് സെൽസ് കൂടി ചേർന്നിട്ട് അവർ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ട് ടിഷ്യൂ എന്ന നിലയിലും അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ടിഷ്യൂസ് കൂടി ചേർന്നിട്ട് ഓർഗൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ടിഷ്യൂസിന് അവരുടെ സെപ്പറേറ്റ് ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഓർഗൻ ആവുമ്പം അതിനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ഓർഗൻസ് കൂടി ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നു. ഓർഗൻ സിസ്റ്റത്തിനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ സെൽസ് കൂടി ചേർന്നിട്ട് ടിഷ്യൂ ഉണ്ടാവുന്നു, ടിഷ്യൂസിൽ നിന്നും ഓർഗൻസ് ഉണ്ടാവുന്നു. ഒരുപാട് ഓർഗൻസ് കൂടി ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാവുന്നു. ഓർഗൻ സിസ്റ്റംസിന് എക്സാമ്പിളാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇതൊക്കെ ഓർഗൻ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ യൂണിറ്റിലേക്കും സബ് യൂണിറ്റിലേക്കും ഓരോ ഓർഗാനിസത്തിൻ്റെയും ബോഡിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഓരോ യൂണിറ്റും അല്ലെങ്കിൽ ഓരോ സബ് യൂണിറ്റും കോർഡിനേറ്റഡ് മാനറിൽ പ്രവർത്തിച്ചിട്ട് ഫങ്ഷൻ ചെയ്തിട്ട് അവരുടേതായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓർഗനൈസേഷൻ എന്നുള്ള ഈ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ലിവിങ് തിങ്സിനെ അല്ലെങ്കിൽ ലിവിങ് ബീയിങ്സിനെ നമുക്ക് ഓർഗാനിസം എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. നമുക്കറിയാം, ഏത് ലിവിങ് ഓർഗാനിസത്തിനെ എടുത്തു നോക്കുകയാണെങ്കിലും ഗ്രോത്ത് ഉണ്ടാവും അല്ലേ. ശരിക്കും എന്താണ് ഗ്രോത്തിനെ നമ്മളെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം? ഇൻക്രീസ് ഇൻ ദി സൈസ് ആൻഡ് മാസ് ഓഫ് ആൻ ഓർഗാനിസം അല്ലേ. ഒരു ഓർഗാനിസത്തിൻ്റെ സൈസിലോ മാസിലോ ഉണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലിവിങ് ഓർഗാനിസംസിൻ്റെ കേസിൽ നമുക്ക് ഗ്രോത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നോൺ ലിവിങ് തിങ്സിൻ്റെ കേസിലും നമുക്ക് ഗ്രോത്ത് കാണാൻ പറ്റും. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും ഗ്രോത്ത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ലിവിങ് ഓർഗാനിസംസിൻ്റെ ഗ്രോത്ത് ആവുമ്പോൾ അത് ഫ്രം ഇൻസൈഡ് എന്ന് പറയാം. ദർ ഗ്രോത്ത് ഈസ് ഫ്രം
ഇൻസൈഡ്, അവരുടെ ബോഡിയുടെ ഉള്ളിൽ നിന്നും മാറ്റർ ആഡ് ചെയ്തിട്ടാണ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് നടക്കുന്നത്. എന്നാൽ നോൺ ലിവിങ് ഒബ്ജക്ട്സിൻ്റെ ഗ്രോത്ത് നടക്കുന്നത് അവരുടെ ബോഡിയുടെ പുറമേ നിന്നും മാറ്റർ ആഡ് ചെയ്തിട്ടാണ്. ഈ ഉള്ളിൽ നിന്നും മാറ്റർ ആഡ് ചെയ്തിട്ട് ഗ്രോത്ത് നടക്കുന്നതിന് നമ്മൾ ഇൻഡസ് സസെപ്ഷൻ എന്നും, പുറമേ നിന്ന് മാറ്റർ ആഡ് ചെയ്തിട്ട് ഗ്രോത്ത് നടക്കുന്നതിന് നമ്മൾ അക്രീഷൻ എന്നും പറയും. അപ്പോൾ രണ്ടുപേർക്കും ഗ്രോത്ത് ഉണ്ട്, പക്ഷേ ഗ്രോത്തിൽ വ്യത്യാസം ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഇനി ആനിമൽസിൻ്റെ കേസിലുള്ള ഗ്രോത്ത് നമുക്ക് ദേ ഗ്രോ അപ് ടു എ ലിമിറ്റഡ് സ്റ്റേജ് എന്ന് പറയാം. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിലും അതുപോലെ തന്നെ ഒരു പ്ലാന്റിൻ്റെ കേസും നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് ഒരു സെർട്ടൻ ലിമിറ്റ് വരെ അവരുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുള്ളൂ. എന്നാൽ ഒരു പ്ലാന്റിൻ്റെ കേസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഹൈറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സും. അപ്പോൾ അനിമൽസിൻ്റെ കേസിൽ ഒരു ലിമിറ്റഡ് ഗ്രോത്താണ് അവർ കാണിക്കുന്നത് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കേസിൽ അൺലിമിറ്റഡ് ഗ്രോത്താണ് അവർ കാണിക്കുന്നത് എന്ന് പറയാൻ പറ്റും. അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഓർഗാനിസംസിൻ്റെ അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റബോളിസം എന്നുള്ളത്. എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് ഓൾ ദി കെമിക്കൽ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദ സെൽ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം എന്നത്. മെറ്റബോളിസത്തിന് പ്രധാനമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ മെറ്റബോളിക് റിയാക്ഷൻസിനെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അനബോളിക് റിയാക്ഷൻസ് എന്നും കാറ്റബോളിക് റിയാക്ഷൻസ് എന്നും. അനബോളിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള മോളിക്യൂൾസ് കൂടിച്ചേർന്നിട്ട് കോംപ്ലക്സ് മോളിക്യൂൾസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അനബോളിക് റിയാക്ഷൻസ് എന്ന് പറയുക. സിമ്പിൾ മോളിക്യൂൾസ് ആഡ് ചെയ്തിട്ട് കോംപ്ലക്സ് മോളിക്യൂൾസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അനബോളിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ കാറ്റബോളിക് റിയാക്ഷൻസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് കോംപ്ലക്സ് മോളിക്യൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് സിമ്പിളറായിട്ടുള്ള ചെറിയ ചെറിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ കാറ്റബോളിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അനബോളിക് റിയാക്ഷൻ്റെ ഒരു ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ്. പ്ലാന്റ്സിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ് അനബോളിക് റിയാക്ഷൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്. ഫോട്ടോസിന്തസിൽ എന്താണ് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സ് കാർബോഹൈഡ്രേറ്റിനെ സിന്തസൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂളാണ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചെറിയ സിമ്പിൾ മോളിക്യൂൾസാണ്. ഈ സിമ്പിൾ മോളിക്യൂൾസിനെ ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സ് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് റെസ്പിറേഷൻ. റെസ്പിറേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? റെസ്പിറേഷനിൽ പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ. അപ്പോൾ ഈ റെസ്പിറേഷനിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് മോളിക്യൂളിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കാറ്റബോളിക് റിയാക്ഷന് എക്സാമ്പിളാണ് എന്ന് പറയാം. ഇനി അടുത്ത ഒരു ഓർഗാനിസംസിൻ്റെ ഫീച്ചറാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഫോർമേഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് ഓഫ് സിമിലർ കൈൻഡ് എന്ന് പറയാം. ഒരു ഓർഗാനിസം അതിൻ്റെ അതേ ഫീച്ചേഴ്സുള്ള അതിൻ്റെ കോപ്പീസിനെ അല്ലെങ്കിൽ ന്യൂ ഇൻഡിവിജ്വൽസിനെ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് എന്ന് നമ്മൾ ഓരോന്നോരോന്ന് പറയുമ്പോൾ അതിൽ ചിലത് എക്സ്ക്ലൂസീവ്ലി ലിവിങ് ഓർഗാനിസം മാത്രം കാണിക്കുന്നതായിരിക്കും, ചിലത് ലിവിങ് ഓർഗാനിസംസും അല്ലാത്ത നോൺ ലിവിങ് ഒബ്ജക്ട്സും കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രോത്തിനെ പോലെ
ഇനി ചിലത് ലിവിങ് ഓർഗാനിസംസ് കാണിക്കുന്നുണ്ട് എങ്കിലും അവരുടെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാ ലിവിങ് ഓർഗാനിസംസും അത് കാണിക്കണമെന്നില്ല. അത്തരം ഒരു ഫീച്ചറാണ് റീപ്രൊഡക്ഷൻ, അല്ലേ? നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് ആളുകൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ആളുകളെന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഫെർട്ടൈൽ കപ്പിൾസ് എന്നൊക്കെ പറയാം. അപ്പോൾ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല, പക്ഷേ അവർ ഓർഗാനിസമാണ്, ലിവിങ് ഓർഗാനിസമാണ്. അപ്പോൾ ഈ റീപ്രൊഡക്ഷൻ നമുക്ക് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റില്ല. ഇനി റീപ്രൊഡക്ഷൻ 2 രൂപത്തിൽ നടക്കുന്നുണ്ട്. ഒന്നാമത്തേത് സെക്ഷൽ റീപ്രൊഡക്ഷനും രണ്ടാമത്തേത് അസെക്ഷൽ റീപ്രൊഡക്ഷനും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അതിൽ ഓർഗാനിസംസ് അവരുടെ ഗമേറ്റ്സ് ഫോം ചെയ്തിട്ട് ആ ഗമേറ്റ്സിൻ്റെ ഫ്യൂഷനിലൂടെ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷനിലൂടെ സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ട് പുതിയ ഇൻഡിവിജ്വലായി മാറിയിട്ടാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നതെങ്കിൽ അത്തരം റീപ്രൊഡക്ഷനാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ ഗമേറ്റ്സ് ഒന്നും ഉണ്ടാവാതെ, സെക്സ് സെൽസ് ഒന്നും ഫോം ചെയ്യാതെ നേരിട്ട് ഓർഗാനിസത്തിൽ നിന്ന് ഫെർട്ടിലൈസേഷനൊന്നും കൂടാതെ തന്നെ പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഹോമിയോസ്റ്റാസിസ് എന്നത്. എന്താണ് ഹോമിയോസ്റ്റാസിസ്? ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗാനിസംസ് ആവുമ്പോൾ അവർക്ക് ഒരുപാട് കണ്ടീഷൻസിൽ, എക്സ്റ്റേണൽ കണ്ടീഷൻസിൽ, വാരിയൻ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ കണ്ടീഷൻസിൽ അവർക്ക് സർവൈവ് ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സ്റ്റേണൽ കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ച് ഇൻറ്റേർണൽ ബോഡി കണ്ടീഷൻസ് മാറാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അത് ടെമ്പറേച്ചർ ആവാം, pH ബാലൻസ് ആവാം, ബോഡിയിലെ എല്ലാ കണ്ടീഷൻസും ഒരു ഒപ്റ്റിമം ലെവലിൽ അല്ലെങ്കിൽ ബോഡിയുടെ സാധാരണ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് സാധ്യമാവുന്ന രീതിയിൽ ഇൻറ്റേർണൽ കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ചില കൺട്രീസിൽ തണുത്ത കാലാവസ്ഥയായിരിക്കും, ചില കൺട്രീസിൽ ചൂടുള്ള കാലാവസ്ഥയായിരിക്കും. ഇപ്പോൾ പോളാർ റീജിയനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ്. അപ്പോൾ തണുത്ത കാലാവസ്ഥയാണെങ്കിലും ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഒരു ഒപ്റ്റിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ എൻസൈംസിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻസൈംസ് നന്നായി വർക്ക് ചെയ്താൽ മാത്രമേ കെമിക്കൽ റിയാക്ഷൻസ് നല്ല രീതിയിൽ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ എൻസൈംസിന് വർക്ക് ചെയ്യാനും എല്ലാ കെമിക്കൽ റിയാക്ഷൻസും നന്നായി നടക്കാനും നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ ഒരു ഒപ്റ്റിമം ലെവലിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചറും pHഉം എല്ലാ കണ്ടീഷൻസും ഒപ്റ്റിമം ലെവലിൽ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയ നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഫീച്ചറാണ് കോൺഷ്യസ്നെസ് എന്നുള്ളത്. എന്താണ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ? എക്സ്റ്റേണൽ ബയോളജിക്കലോ ഫിസിക്കലോ കെമിക്കലോ ആയിട്ടുള്ള സ്റ്റിമുലസിനെ സെൻസ് ചെയ്യാനുള്ള നമ്മുടെ ഓർഗാനിസംസിൻ്റെ കഴിവിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ടാണ് ശരിക്കും നമുക്ക്, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് എൻവയോൺമെൻറ്റിൻ്റെ പൾസ് നമുക്ക് അറിയാൻ പറ്റുന്നത് എന്ന് പറയാൻ പറ്റും, അല്ലേ? ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് അഡാപ്റ്റേഷൻ. എന്താണ് അഡാപ്റ്റേഷൻ? അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കണ്ടീഷൻസിനനുസരിച്ചിട്ട് ചിലപ്പോൾ നന്നായി സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയിലും എക്സ്റ്റേണൽ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, അല്ലെങ്കിൽ ഓർഗാനിസത്തിൻ്റെ ശരീരത്തിലും ബോഡിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയാം. അഡാപ്റ്റേഷനെ നമുക്ക് പ്രധാനമായും 2 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഷോർട്ട് ടേം അഡാപ്റ്റേഷൻസ് എന്നും ലോങ് ടേം അഡാപ്റ്റേഷൻസ് എന്നും. ഷോർട്ട് ടേം അഡാപ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ
ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയും എന്നാൽ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറാതെ ആ ഓർഗാനിസത്തോടു കൂടി അത് അവസാനിക്കുകയും ചെയ്യുന്നു. അത്തരം അഡാപ്റ്റേഷൻസിനെയാണ് നമ്മൾ ഷോർട്ട് ടേം അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ ലോങ് ടേം അഡാപ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഉണ്ടായിട്ടുള്ള അഡാപ്റ്റേഷൻസ് അത് ഒരുപാട് കാലം നിലനിൽക്കുക അല്ലെങ്കിൽ അടുത്ത ഒരു ജനറേഷൻസിലേക്ക് കൂടി അത് പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ ലോങ് ടേം അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് എവല്യൂഷൻ എന്നുള്ളത്. എന്താണ് എവല്യൂഷൻ? എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിലുണ്ടായ മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് അത് അടുത്ത തലമുറയിലേക്ക് കൂടി കൈമാറുകയും അങ്ങനെ ജനറേഷൻസ് വഴി അത് ഒരുപാട് കാലം ആ മാറ്റം തുടർന്നു പോവുകയും അങ്ങനെ പുതിയ ഒരു സ്പീഷീസായി ആദ്യം ഉണ്ടായിരുന്ന സ്പീഷീസ് മാറുകയും ചെയ്യുന്നതിനാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. ലോങ് ടേം അഡാപ്റ്റേഷൻസ് എവല്യൂഷനിൻ്റെ ഒരു കോസാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എവല്യൂഷൻ്റെ ഒരു കോസായിട്ട് ലോങ് ടേം അഡാപ്റ്റേഷൻസിനെ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ഒരു ഫീച്ചറാണ് റിപ്പയർ ആൻഡ് ഹീലിംഗ് എന്നുള്ളത്. അതായത് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ ഒരു മുറിവ് പറ്റിയാൽ ആ മുറിവിനെ ഹീൽ ചെയ്യാനും അതിനെ റിപ്പയർ ചെയ്യാനുമുള്ള കഴിവ് നമ്മുടെ ബോഡിക്കുണ്ട്. അതിനാണ് നമ്മൾ റിപ്പയർ ആൻഡ് ഹീലിംഗ് എബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ വൂണ്ട് പറ്റിയ ഭാഗത്തെ ഉണക്കാനുള്ള കഴിവ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കയ്യിലൊരു മുറിവ് വന്നാൽ ആ ഭാഗത്തെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് ആ ഭാഗത്തെ വൂണ്ടിനെ സ്കിന്നും നെർവ്സും ഒക്കെ അടങ്ങുന്ന ആ ഭാഗത്തെ ബോഡിയുടെ ആ പാർട്ടിനെ നന്നാക്കാനുള്ള എബിലിറ്റിയാണ് നമ്മൾ റിപ്പയർ ആൻഡ് ഹീലിംഗ് എബിലിറ്റി എന്ന് പറയാം. നേരെ മറിച്ച് ലിവിങ് ഓർഗാനിസം അല്ലാത്ത നോൺ ലിവിങ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ നോൺ ലിവിങ് ഒബ്ജക്റ്റ് ബ്രേക്ക് ചെയ്താൽ അത് ബ്രേക്ക് ചെയ്തിട്ട് തന്നെ ഉണ്ടാവും അല്ലേ. അത് സ്വന്തമായിട്ട് അത് നന്നാക്കാനുള്ള കഴിവാർക്കില്ല, നോൺ ലിവിങ് ഒബ്ജക്ട്സിന് ഇല്ല. അപ്പോൾ ലിവിങ് ഓർഗാനിസംസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് റിപ്പയർ ആൻഡ് ഹീലിംഗ് എന്നുള്ളത് പറയാൻ പറ്റും. ഇനി അടുത്ത ഒരു ഫീച്ചറാണ് ഏജിങ് എന്നുള്ളത്. എന്താണ് ഏജിങ്? ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ബിക്കമിങ് അല്ലെങ്കിൽ ഗെറ്റിംഗ് ഓൾഡർ എന്ന് പറയാം. ബിക്കമിങ് ഓൾഡ്, വയസ്സാവുക എന്നൊക്കെ പറയാം അല്ലേ. ഒരു ഓർഗാനിസത്തിൻ്റെ ബർത്തിലുള്ള ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ഒരു 10-20 വർഷം കഴിഞ്ഞാലുണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബോഡിയിൽ മാറ്റം വരുന്നുണ്ട്, ഓൾഡറായി വരുന്നുണ്ട് അല്ലേ. അതിനാണ് നമ്മൾ ഏജിങ് എന്ന് പറയാം. ഏജിങ്ങിന് കോസ് ചെയ്യുന്നത് എന്താണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏജിങ്ങിനെ എക്സ്ട്രിൻസിക് ഏജിങ് എന്നും അതുപോലെ തന്നെ ഇൻട്രിൻസിക് ഏജിങ് എന്നും പറയാൻ പറ്റും. ഇൻട്രിൻസിക് ഏജിങ് എന്ന് പറഞ്ഞാൽ സാധാരണ പോലെയുള്ള നാച്ചുറൽ ഏജിങ്ങിനാണ് നമ്മൾ ഇൻട്രിൻസിക് ഏജിങ് എന്ന് പറയാം. എക്സ്ട്രിൻസിക് ഏജിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കാരണമായിട്ട്, കെമിക്കൽസ് പോലത്തെ എൻവയോൺമെൻറ്റൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണമായിട്ട് ഏജിങ് സംഭവിക്കുന്നതിനാണ് നമ്മൾ എക്സ്ട്രിൻസിക് ഏജിങ് എന്ന് പറയാം. അടുത്ത ഒരു ഫീച്ചറാണ് ഡെത്ത് എന്നുള്ളത്. ഡെത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദി അൾട്ടിമേറ്റ് ടെർമിനേഷൻ ഓഫ് ലൈഫ് എന്ന് പറയാം. ലൈഫിൻ്റെ അല്ലെങ്കിൽ സെല്ലിൻ്റെ ഫങ്ഷൻസൊക്കെ നിലക്കുന്ന ലൈഫിൻ്റെ അവസാനത്തെയാണ് നമ്മൾ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് എന്നുള്ളത്. ഇനി നമ്മളിതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ലിവിങ് ഓർഗാനിസംസിനെ നോൺ ലിവിങ് ഒബ്ജക്ട്സിൽ നിന്നും വേർതിരിക്കുന്ന ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ലിവിങ് ഓർഗാനിസം ആകുമ്പോൾ അവർക്ക് പ്രത്യേകമായ സൈസും ഷേപ്പും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതും ഓർഗാനിസത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കോൺഷ്യസ്നെസ് ഓർഗാനിസത്തിൻ്റെ മറ്റൊരു ഫീച്ചറാണ്. അഡാപ്റ്റേഷനും എവല്യൂഷനും ഒക്കെ വേറെ ഫീച്ചേഴ്സാണ്. അതുപോലെ തന്നെ ഏജിങ്, ഡെത്ത്, റീപ്രൊഡക്ഷനുള്ള കഴിവ്, ഇതെല്ലാം ഓർഗാനിസംസിൻ്റെ ഫീച്ചറാണ് എന്ന് പറയാം. ഈ ഒരു ടോപ്പിക്ക്
നന്നായി പഠിക്കുകയും റിവൈസ് ചെയ്യുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലിവിങ് വേൾഡിലെ അടുത്ത ടോപ്പിക്കായിട്ടുള്ള സിസ്റ്റമാറ്റിക്സ് എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.